വണ്ണം കുറയ്ക്കാനും അതേപോലെ ശരീരഭാരം നിയന്ത്രിക്കാനും വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്ന സമയത്ത് ആളുകൾക്ക് ഇടയ്ക്കിടയ്ക്ക് വിശപ്പ് തോന്നും. ഇപ്പം ഒരു ഹെവി ആയിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾ പെട്ടെന്നൊരു സ്മോൾ ക്വാണ്ടിറ്റിയിലേക്ക് അത് കൺവേർട്ട് ചെയ്യുമ്പം നമുക്ക് അതിയായിട്ടുള്ള വിശപ്പ് ഉണ്ടാവും. അപ്പോൾ ആ വിശപ്പിനെ നിയന്ത്രിക്കാൻ നമ്മൾ എന്തൊക്കെ കഴിക്കണം എന്ന് ഒരുപാട് പേഷ്യൻസ് ചോദിക്കാറുണ്ട്. ഇപ്പം വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വിശപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെയും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു, പിന്നെയും അത് വെയിറ്റ് ഗെയിനിലേക്കുള്ള ആ ഒരു ടെൻഡൻസീസ് വരുന്നുണ്ട് എന്നൊക്കെ ഒരുപാട് പറയാറുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ സെഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഭക്ഷണ രീതികൾ എന്തൊക്കെയാണെന്ന് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ്. അപ്പറ്റൈറ്റ് അല്ലെങ്കിൽ വിശപ്പ് എന്ന് പറയുമ്പം എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ്. നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചു, പിന്നെ ഒരു 2 to 3 hours കഴിഞ്ഞ് പിന്നെയും വിശക്കുന്നു. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന ഈ ഒരു ഹങ്കറിനെ കൺട്രോൾ ചെയ്യുക, എസ്പെഷ്യലി നമ്മളിപ്പോൾ ഡയറ്റ് എടുക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അപ്പറ്റൈറ്റ് വളരെ കൂടുതലായിരിക്കും, വിശപ്പ് ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അതിൻ്റെ റീസൺ എന്താണ്? അവിടെ എനർജി കൂടുതലായിട്ട് എടുക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു പ്രോട്ടീൻ്റെ ഇൻടേക്ക് കുറവാണ്, അവിടെ കാർബ്സ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നു. എല്ലാം ഒരു ബാലൻസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വിശപ്പ് അമിതമായിട്ടുണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പം വിശപ്പിനെ നിയന്ത്രിക്കുന്ന ഹോർമോൺസ് എന്ന് പറയുമ്പം നമ്മുടെ ശരീരത്തിൽ വിശപ്പിനെ നിയന്ത്രിക്കുന്ന ഹോർമോൺസുകൾ എന്ന് പറയുമ്പം ഗ്ലെനിൻ, ലെപ്റ്റിൻ, ഇൻസുലിൻ, ഈ 3 ഹോർമോൺസ് ആണ് നമ്മുടെ ശരീരത്തിലെ വിശപ്പ് അപ്പറ്റൈറ്റ് കൺട്രോൾ ഹോർമോൺസ് എന്ന് പറയുന്നത്. ഗ്രെലിൻ എന്ന് പറയുമ്പം നമ്മുടെ ശരീരത്തിൽ വിശപ്പ്, നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചു, അതായത് ഫുഡ് കഴിച്ച് വയറിലെത്തി, അത് നിറഞ്ഞു എന്നുള്ള സിഗ്നൽ തരുന്നത് ഈ പറഞ്ഞ ഗ്രെലിനാണ്. ലെപ്റ്റിൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ശരീരത്തിലെ ഫുഡ് കഴിച്ചു, ഇനിയിപ്പോൾ ഫുഡ് കഴിക്കേണ്ട, മതി, സ്റ്റോപ്പ് ചെയ്യാം എന്ന് പറഞ്ഞ ആ ഒരു സിഗ്നലിൽ ബ്രെയിനിലേക്ക് കൊടുക്കുന്നത് ആരാണ്? ലെപ്റ്റിനാണ്. ഇൻസുലിൻ എന്താണ് ചെയ്യുന്നത്? അത് ഫുൾഫില്ലായി, ഇനിയിപ്പം വിശപ്പ് കൺട്രോൾ ചെയ്യാനൊക്കെ സഹായിക്കുന്നത് ഈ പറഞ്ഞിട്ടുള്ള ഇൻസുലിനാണ്. അപ്പോൾ ഈ 3 ഹോർമോൺസിൻ്റെ ഒരു ഫങ്ഷനിങ് ആണ് ഈ പറഞ്ഞിട്ടുള്ള അപ്പറ്റൈറ്റ് ഏരിയാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിശപ്പിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുമ്പം നമ്മൾ എപ്പോഴും ഡയറ്റ് എടുക്കുന്ന ആളുകളാവട്ടെ, എന്ത് കണ്ടീഷൻ ആവട്ടെ, എപ്പോഴും നമ്മൾ ഒരു ബാലൻസ്ഡ് ഡയറ്റ് കൊണ്ടുവരണം എന്ന് ഞാൻ പല വീഡിയോസിലും പല പ്ലാറ്റ്ഫോമിലും ഞാൻ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ്, ഈ അപ്പറ്റൈറ്റ് കൺട്രോൾ ചെയ്യുന്ന സമയത്തായാലും ബാലൻസ്ഡ് ഡയറ്റ് കൊണ്ടുവരണം. അവിടെ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് പ്രോട്ടീൻ ഇൻടേക്ക് കൂട്ടുക. പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ അപ്പറ്റൈറ്റിനെ കൺട്രോൾ ചെയ്യാനും വിശപ്പ് നിയന്ത്രിച്ചു കൊണ്ടുവരാം, അതായത് അപ്പറ്റൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ വിശപ്പിനെ നിയന്ത്രിച്ചു കൊണ്ടുവരാനും അതോടൊപ്പം തന്നെ നമ്മുടെ വെയിറ്റ് ലോസിനും ഹെൽപ്ഫുള്ളാണ്. മസിൽ ബിൽഡ് ചെയ്യാനും മറ്റുള്ള ഫാക്ടേഴ്സിനെ ഇമ്പ്രൂവ് ചെയ്യാനും, ലൈക്ക് സ്കിൻ ഹെൽത്തിന്, ദെൻ മസിൽ ഹെൽത്തിന്, ദെൻ ഹെയർ ഹെൽത്തിന്, എല്ലാത്തിൻ്റെയും നമുക്ക് പ്രോട്ടീൻസ് ഹെൽപ്ഫുള്ളാണ്. അതായത് മസിൽ മാസ് കൂട്ടിയെടുക്കാനൊക്കെ പ്രോട്ടീൻസ് അത്യാവശ്യമാണ്. അപ്പോൾ പ്രോട്ടീൻ്റെ ഇൻടേക്ക് കൂട്ടിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിശപ്പ് അധികം അറിയത്തില്ല. അതിന് നന്നായിട്ട് മീൻ കഴിക്കാം, മുട്ട കഴിക്കാം, ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് കഴിക്കാവുന്നതാണ്. അതേപോലെ തന്നെ മറ്റ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കാൻ ശ്രമിക്കുക. അതേപോലെ നട്ട്സും സീഡ്സും കഴിക്കുക. അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു എഗ്ഗ് എടുക്കുകയാണെങ്കിൽ അതിൽ അത്യാവശ്യം ഹെൽത്തി ഫാറ്റ്സ് ഉണ്ട്, ഏകദേശം 2 to 3 grams ഓഫ് പ്രോട്ടീൻസ് അതിലടങ്ങിയിട്ടുണ്ട്. മീനിൽ നോക്കുകയാണെങ്കിലോ ഹെൽത്തി പ്രോട്ടീൻസും ഹെൽത്തി ഫാറ്റ്സ്, omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. ചിക്കൻ്റെ ബ്രസ്റ്റ് പീസിലാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻസ് ഉള്ളത്. പക്ഷേ നമ്മൾ ചിക്കൻ കഴിക്കുമ്പോൾ നന്നായിട്ട് ബോയിൽ ചെയ്തിട്ടോ നന്നായിട്ട് ഗ്രില്ല് ചെയ്തിട്ടോ സ്റ്റീം ചെയ്തിട്ടോ കഴിക്കാൻ ശ്രമിക്കുക. എഗ്ഗൊക്കെ നന്നായിട്ട് സ്റ്റീം ചെയ്തിട്ട് അല്ലെങ്കിൽ ബോയിൽ ചെയ്ത് കഴിക്കാൻ ശ്രമിക്കുക. അതിനെ ഫ്രൈഡ് ഫോമിലേക്ക് കഴിക്കുന്നത് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾ ഹെൽത്തി ഫാറ്റ്സ് ഉൾപ്പെടുത്തണം. ഹെൽത്തി ഫാറ്റ്സ് എന്താണ്? നമുക്ക് വയറ് ഫുൾഫിൽ ചെയ്യാനും അതേപോലെ തന്നെ മറ്റുള്ള കണ്ടീഷൻസ് കുറയ്ക്കാനും വെയിറ്റ് ലോസിനും ഹെൽപ്ഫുള്ളാണ്. അതിൽ അവക്കാഡോസ്, ഡാർക്ക് ചോക്ലേറ്റ്സ്, ദെൻ മറ്റുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കാവുന്നതാണ്. ഇനി നിങ്ങൾ ഭക്ഷണത്തിൽ ഫൈബർ ഇൻടേക്ക് കൂട്ടിയെടുക്കുക. ഫൈബർ നമ്മുടെ ശരീരത്തിലെ നാരുകൾ അല്ലെങ്കിൽ ഒരു ചൂല് പോലെ നമ്മളെ കുടലിൽ പ്രവർത്തിക്കുന്നതാണ്. അത് ശരീരത്തിലെ ദഹനം ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഹെൽപ്ഫുള്ളാണ്, വെയിറ്റ് ലോസിനും ഹെൽപ്ഫുള്ളാണ്. അതേപോലെ ശരീരത്തിലെ ചീത്ത കൊഴുപ്പുകളെ അലിയിച്ച് കളയാനും ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഫൈബർ നല്ലപോലെ കഴിക്കാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾ ബാലൻസ്ഡ് ഡയറ്റിലേക്ക് കൊണ്ടുവരുമ്പം എപ്പോഴും കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീൻ കമ്പൈൻ ചെയ്ത് കഴിക്കാൻ ശ്രമിക്കുക. പ്രോട്ടീൻ മാത്രം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഗ്യാസ്ട്രിക് ഇഷ്യൂസൊക്കെ ട്രിഗർ ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ പ്രോട്ടീൻ ഒറ്റയ്ക്ക് മാത്രം കഴിക്കരുത്, അതിൻ്റെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റ്സും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഹെർബൽ ടീ ഒക്കെ ഉൾപ്പെടുത്താം. ഗ്രീൻ ടീ ഉൾപ്പെടുത്താവുന്നതാണ്, ദെൻ ചാമമില്ല ടീ, അതേപോലെ തന്നെ മറ്റുള്ള എന്തെങ്കിലും ഹെർബൽ ഡ്രിങ്ക്സ് ഒക്കെ ഡെയിലി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വെയിറ്റ് ലോസിനും ഹെൽപ്ഫുള്ളാണ്, നമ്മുടെ വിശപ്പും കൺട്രോൾ ചെയ്യുന്നതാണ്. വിശപ്പ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു നട്ട്സിൻ്റെ കോമ്പിനേഷൻ കഴിക്കാം. അതിപ്പോൾ വാൽനട്ട്സോ ബദാം, പിസ്ത,
റേസിൻസ് ഒക്കെ കഴിക്കാവുന്നതാണ്. ഫ്രൂട്ട്സ് കമ്പൈൻ ചെയ്ത് കഴിക്കാം. അപ്പോൾ പേരക്ക കഴിക്കാം, ആപ്പിൾ കഴിക്കാവുന്നതാണ്, പൈനാപ്പിൾ കഴിക്കാം, ദെൻ ബെറീസ് കഴിക്കാവുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ട്സിൻ്റെ ഒരു കോമ്പിനേഷൻ കഴിക്കാം. വെജിറ്റബിൾസിലാണെങ്കിൽ നിങ്ങൾക്ക് ക്യാരറ്റ്, ദെൻ ടൊമാറ്റോ, അങ്ങനെ എന്തെങ്കിലും ഒരു ഫൈബർ റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ കൂടുതലായിട്ടും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഡാർക്ക് ചോക്ലേറ്റ്സ് ഒക്കെ നമ്മുടെ ആ ഒരു ഹോർമോൺ ഫ്ലക്ച്വേഷൻസ് കറക്റ്റ് ചെയ്യാനും അതേപോലെ നമുക്കൊന്ന് റിലാക്സ് ആവാനുള്ള കോർട്ടിസോൾ ലെവലൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഡോക്ടറെ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് 4 to 12 kg കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ്. അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം, അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ്. ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഒരു ബാലൻസ് ഡയറ്റ് കൊണ്ടുവരിക, നല്ല രീതിയിൽ പ്രോട്ടീൻസും ഫൈബേഴ്സും ഫാറ്റ്സും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സമീകൃത ആഹാരം കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വെയിറ്റ് നല്ല രീതിയിൽ കുറച്ച് കൊണ്ടുവരാൻ ഹെൽപ്ഫുള്ളാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്